കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വിദേശത്ത് നിന്ന് ഇന്ന് നമുക്കൊക്കെ പരിചിതമായ ഡ്രോൺ എന്ന് പറയുന്നൊരു സാധനം, അതായത് ഹെലിക്യാം എന്നൊക്കെ പറയുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന, കല്യാണങ്ങളൊക്കെ ഇങ്ങനെ ആകാശത്തേക്കടെ പറന്നൊക്കെ ഷൂട്ട് ചെയ്യുന്ന സാധനം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനൊരു സാധനം അദ്ദേഹം എടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഡ്രോൺ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി മേഖലയിലൊക്കെ അന്ന് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വിമാനം പറത്താൻ കഴിവുള്ളവരൊക്കെ കുറവുള്ളൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ഈ ഒരു ഡ്രോൺ കൊണ്ടുപോയിട്ട് മലപ്പുറം സൈഡിൽ ഒരു വർക്കിന് പോയി. അപ്പോൾ അവിടെ വർക്കിന് ചെന്നു. അത്യാവശ്യം ഇതൊക്കെ ഇങ്ങനെ പറത്തി എല്ലാം എടുത്തു. അപ്പോൾ ഇവൻ്റെ കൂടെ പിള്ളേർ കൂടും, കാരണം അങ്ങനെയാണല്ലോ, വിമാനം പറത്തുന്ന ചേട്ടൻ്റെ കൂടെ ഒരു പിള്ളേർ സെറ്റ് കുറച്ചിങ്ങനെയൊക്കെ കൂടിയൊക്കെ ഇരിക്കുക. അപ്പോൾ പിള്ളേർ ഇങ്ങനെ ആവേശം കൊടുത്തു, ചേട്ടാ അങ്ങോട്ട് പോട്ടെ, ചേട്ടാ ഇങ്ങോട്ട് പോട്ടെ. പണ്ട് കല്യാണത്തിന് വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരെ നമ്മൾ ഈ കല്യാണ കുടി പോകില്ലേ, എന്താ പറയുക, ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് നമ്മളെന്താ പറയുക, കല്യാണത്തിന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ജീപ്പൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് ആവേശം കൊടുക്കുമല്ലോ വണ്ടിയിലിരുന്നിട്ട്, ചേട്ടാ അവനെ വെട്ടിക്ക്, ഫസ്റ്റ് നമുക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ ഈ ഡ്രോൺ പറത്തുന്ന ചേട്ടൻ ഇങ്ങനെ ആവേശം കൊടുത്ത് ചേട്ടൻ അത്യാവശ്യം അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ പറത്തി. കുറച്ച് നേരം കഴിയുമ്പോൾ ഡ്രോൺ കാണുന്നില്ല. ഡ്രോൺ എവിടെയോ മിസ്സായി. ഈ സംഭവം മിസ്സായി, കയ്യിൽ നിന്ന് പോയി, അതിൻ്റെ കൺട്രോളിൽ നിന്ന് പോയി, റിമോട്ടിൻ്റെ കൺട്രോളിൽ നിന്ന് പോയി. ആ ദിവസങ്ങളിൽ അവിടെയൊക്കെ കുറേ അന്വേഷിച്ച് നടന്നു, സംഭവം കിട്ടിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞു, കുറേ ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു സ്റ്റുഡിയോക്കാരൻ്റെ അടുത്ത് ഒരു പയ്യൻ ഒരു കാർഡ് കൊണ്ടുവന്നു, ഒരു ചെറിയൊരു മെമ്മറി കാർഡ്. ചേട്ടാ ഇതൊന്ന് പാട്ട് കയറ്റി തരുമോ ഇതിനകത്ത് എന്ന് ചോദിച്ചിട്ട് ഒരു മെമ്മറി കാർഡ് കൊണ്ടുവന്നു. ചേട്ടൻ അത് എടുത്തു, ഫോർമാറ്റ് ചെയ്തു, പാട്ട് കയറ്റി. അത് കഴിഞ്ഞ് മോനിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അത് പറന്നു വന്നതാന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെങ്ങനെ പറന്നു വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സംഭവം ചോദിച്ചു വന്നപ്പോൾ വേറൊന്നുമില്ല, ഡ്രോൺ പറന്നു വന്ന് ഇവൻ്റെ വീട്ടിന് മുറ്റത്ത് വന്നിരുന്നു. അപ്പോൾ മുറ്റത്ത് വന്നിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു പട്ടക്കോലെടുത്ത് അതിനെ അടിച്ചു കൊന്നു, അതിനെ തല്ലി കൊന്നു. കൊച്ചിറക്കനൊരു ഗിഫ്റ്റായി. കൊച്ചിറക്കനകത്ത് കയറ്റി വെച്ചു, അതിനെ കത്രിയൊക്കെ വെച്ച് കട്ട് ചെയ്തു, അതിൻ്റെ കേബിളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതൊരു മെമ്മറി കാർഡ്. അപ്പോൾ പുള്ളിക്ക് ആകെ അറിയാവുന്ന സാധനം മെമ്മറി കാർഡിൽ എന്ത് ചെയ്യാം, പാട്ട് കയറ്റാം. ഇത് ലക്ഷങ്ങൾ വിലയുള്ള സാധനമാണെന്നും ഇത് ക്യാമറയാണെന്നും ഇതൊക്കെയാണെന്നും അതിനറിയില്ല. അത് വിചാരിച്ചെന്തോ ഒരു മലവണ്ട് പറന്നു വന്നു, ആ മലവണ്ട് കൊത്തിക്കൊണ്ട് വന്ന ഒരു മെമ്മറി കാർഡാണെന്ന് വിചാരിച്ചിട്ട് അതിനെ പട്ടയെടുത്ത് തല്ലിക്കൊന്ന് അവിടെ എടുത്തു വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവനെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം, നിൻ്റെ സാധനം മിസ്സായതോടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സംഭവം അറിഞ്ഞു. ഇവൻ പറയാം, എൻ്റെ പൊന്ന് കൂട്ടുകാരാ, ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രോണിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എൻ്റെ ചങ്ക് തകർന്നു. കാരണം നല്ല സുന്ദരനായ ഡ്രോണിനെ പട്ട വെച്ച് തല്ലി അടിച്ച് കൊന്ന് അവിടെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ. എന്നിട്ട് ഇവൻ പറയാ, ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടോട്ടെ, 1.5 ലക്ഷം രൂപ വിലയുള്ള സാധനമാണ്, അത് പോയത് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ആ ഷൂട്ട് ചെയ്ത വർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫൂട്ടേജ്, ആ വർക്ക്, അവർ പെണ്ണിറങ്ങുന്നതും ചെക്കനിറങ്ങുന്നതും നല്ല രസകരമായി ഷൂട്ട് ചെയ്ത് ആ കാർഡ് കൊണ്ടുപോയി ഈ വൃത്തിയായിട്ടവൻ ഫോർമാറ്റ് ചെയ്ത് അവൻ അതിൻ്റെ അകത്ത് സിനിമാ പാട്ട് കയറ്റി എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ സങ്കടം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ചിലർക്ക് ഇതെന്താ സാധനം എന്നറിയാതെയാണ് അവരിതിനെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പലപ്പോഴും അങ്ങനെയല്ലേ, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ വന്നപ്പോഴും ഫ്രിഡ്ജ് വന്നപ്പോഴും ഇതെന്താണെന്നറിയാതെ തിരിച്ച് നശിപ്പിച്ചവരാണ് നമ്മളൊക്കെ. ഈ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ പല ടെക്നിക്കൽ സൈഡുകളും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് അറിയത്തില്ല. ഇതെന്താ സാധനം, ഇതെങ്ങനെ ഉപയോഗിക്കാം. ഒരു യൂസർ മാനുവൽ നമുക്ക് തന്നിട്ടുണ്ട്, ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? നമുക്കിതുവരെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ യൂസർ മാനുവൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കി ഉപയോഗിച്ചോളൂ എന്ന് കൈവയ്ക്കേ. കുറച്ച് പേരൊക്കെ ഉണ്ട്, ഭാഗ്യം. മിക്കവരും അത് ഉപയോഗിക്കാറില്ല, അത് വായിച്ചു നോക്കാറ് പോലുമില്ല. അത് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഒന്ന് ശരിയായില്ലെങ്കിൽ മറ്റൊന്ന് ശരിയാവും, ഇങ്ങോട്ട് തിരിച്ചിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിച്ചു നോക്കാം, എങ്ങനെയെങ്കിലും ഇത് ശരിയാവും. ഇതാണ് നമ്മുടെ സ്ഥിരമായ ഉപയോഗ രീതി. യൂസർ മാനുവൽ പലപ്പോഴും വായിക്കാറില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യൂസർ മാനുവലാണിത്. എങ്ങനെ ദൈവരാജ്യത്തിലേക്ക് എത്താം, എന്താണ് ഒരു മനുഷ്യന് ഏത് രീതിയിലാണ് പോകേണ്ടത് എന്നുള്ളത്. ഇതൊട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നില്ല, പലരും വായിച്ചു നോക്കാറുമില്ല. വായിച്ചു നോക്കിയാൽ കൂടുതൽ കൺഫ്യൂഷനാണ് ചിലർക്ക് വരുന്നത്. ചിലരിത് വായിച്ചു നോക്കിയിട്ടും അറിയാതെ പോകുന്നവരാ പലരും. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ, ഇപ്പോൾ കുറച്ച് നേരത്തെ മുമ്പ് ബിബിൻ ബ്രദർ കുറേ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. യേശു ഈ ഭൂമിയിലേക്ക് എന്തിനാണ് താൻ ഇറങ്ങി വന്നത്, അവൻ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അവനാണ് വഴിയും സത്യവും ജീവനും, ഇതെല്ലാം ദൈവവചനത്തിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കിയത്. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ നമ്മളെ രക്ഷിക്കാൻ കടന്നു വന്നത്, ഇതൊക്കെ നമുക്കറിയാം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. നേരത്തെ പറന്നു വന്ന ഒരു ഡ്രോൺ പോലെയാണ് നമുക്ക് ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ല.
നമ്മളൊരു വചനം വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. ഈ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പലർക്കും ഇതിനെക്കുറിച്ച് വലിയ കൺഫ്യൂഷനാണ്. ജനങ്ങളുടെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷൻ നിറഞ്ഞു നിൽക്കുക. അവിടെയാണ് യേശു കൊടുക്കുന്ന ഒരു മറുപടിയാണ് നമ്മളവിടെ വായിക്കുന്നത്. 22-ാം അധ്യായം 29-ാം വാക്യം. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാകാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഈ പശ്ചാത്തലം നമുക്കറിയാം. ഉദ്ധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീണ്ടും ദൈവരാജ്യത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ അവരൊരു ചോദ്യം യേശുവിനോട് ചോദിക്കുക. അവർ ആ ചോദ്യം ചോദിക്കുന്നത് യേശുവിനെ തന്നെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ഇപ്പം കൊടുക്കാമെന്ന രീതിയിലാണ് കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവെ, ഒരുവൻ ഒരു പെണ്ണിനെ കെട്ടി, അവൾ മരിച്ചുപോയി, വീണ്ടും ഒരെണ്ണത്തിനെ കെട്ടി, അങ്ങനെ 7 പേര് അവളെ വിവാഹം ചെയ്തു. അപ്പോൾ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഇവള് ആരുടെ ഭാര്യയായിരിക്കും? കാരണം 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. അപ്പോൾ ആരുടെ ഭാര്യയായിരിക്കും? കർത്താവിനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സദൂക്കായർ വന്ന ആ ചോദ്യം ചോദിച്ചപ്പോൾ യേശു തിരിച്ചു പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു മറുപടിയാണ്, വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റി പോകുന്നത്. ഇന്ന് പലരുടെയും ഇതേ പ്രശ്നം തന്നെയാണ്. നമുക്ക് യേശു ക്രിസ്തുവിനെ അറിയാത്തതായ ആരുമില്ല. ഒരു പക്ഷേ ക്രിസ്ത്യാനിക്കും അറിയാം, ഹിന്ദുവിനും അറിയാം, മുസൽമാനും അറിയാം, ജൈനനും അറിയാം, ബുദ്ധനും അറിയാം, സിഖ് മതക്കാരനും ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല, യേശുവിനെ അവനറിയാം. ഇല്ലേ? ഗാന്ധിജിക്കും യേശുവിനെ അറിയാം, ഹിറ്റ്ലർക്കും യേശുവിനെ അറിയാം, വിഘടനവാദിക്കും അറിയാം, വിജാതീയനും അറിയാം, നിരീശ്വരവാദിക്കും കർത്താവിനെ അറിയാം. പക്ഷേ അവനെ യേശുവിനെ ദൈവമായിട്ട് ചിലപ്പോൾ അവന് അറിയുന്നുണ്ടാവില്ല, ദൈവമായിട്ട് അവൻ സ്വീകരിക്കുന്നുണ്ടാവില്ല. യേശുവിനെ അറിയാത്തവർ വളരെ കുറച്ചായിരിക്കും, മിക്കവരും യേശുവിനെ അറിയാവുന്നവരായിരിക്കും. പക്ഷേ ഏത് തരത്തിൽ യേശുവിനെ അറിയുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ സദുക്കായർ വന്ന് ക്രിസ്തുവിനോട് കുറേ ചോദ്യം ചോദിച്ചു. സീസറിന് നികുതി കൊടുക്കണമോ എന്ന് പരീശന്മാർ വന്ന് ചോദിച്ചു. ഇങ്ങനെ കർത്താവിനെ വാക്കിൽ മുട്ടിക്കാൻ പലരായി വന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ പ്രധാനപ്പെട്ട മറുപടിയാണ് നമ്മളിപ്പോൾ വായിച്ചത്. വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. പലപ്പോഴും അങ്ങനെ യേശുവിനെ കുറിച്ച് ഇപ്പോഴും യേശു ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് പലർക്കും അറിയില്ല. പലരുടെയും ചിന്ത യേശു മറിയത്തിൻ്റെ മകനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചിലർ ജോസഫിൻ്റെ മകനാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ജോസഫിൻ്റെ മകനാണോ, ജോസഫിൻ്റെ വളർത്തു മകനാണോ? ജോസഫിൻ്റെ വളർത്തു മകനാണ്. എന്നാൽ മറിയത്തിൻ്റെ ഉദരത്തിൽ തന്നെയാണ്, മാതാവിൻ്റെ ഉദരത്തിൽ തന്നെയാണ് യേശു ജനിച്ചത്, പിറന്നത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോഴും ചിലർ വിശ്വസിക്കുന്നത് യേശു ഒരു മനുഷ്യൻ മാത്രമാണ്, ദൈവമല്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഈ ഒരു വിശ്വാസം, ഏത് വിശ്വാസമാണ് ഒരുവനെ ദൈവരാജ്യത്തിൽ എത്തിക്കാൻ പറ്റുക? യേശു പറഞ്ഞൊരു ശ്രേഷ്ഠമായ വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. അതുകൊണ്ട് ഇത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഒരുവൻ നിത്യജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ രണ്ട് കാര്യം അവൻ അറിയണം. ഒന്ന്, ഏകസത്യ ദൈവമായ അവിടുത്തെ അറിയണം, അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെ. 2 പേരെ അറിയണം. ആരൊക്കെ അറിയണ്ടേ? പിതാവായ ദൈവത്തെ അറിയണം, പുത്രനായ യേശുവിനെയും അറിയണം. ഇത് പറയുമ്പോൾ ഇവർ 2 പേരെയും വെറുതെ പോയി ഒന്ന് പരിചയപ്പെട്ട് ഹായ് എന്നാണ്ട് വിശേഷം, സുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ എത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. അറിയുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു ഉദാഹരണം, ഇത് ഡ്രോണാണ്, ഇതൊരു ഹെലിക്യാമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കും. ഇത് വിലപിടിപ്പുള്ളതാണ്, 1.5 ലക്ഷം രൂപ വിലയുള്ളതാണ് എന്ന് കരുതി അവനോട് സൂക്ഷിച്ചു വയ്ക്കും. ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ അവനത് കൈമാറും. ഇവനത് അറിയാത്തത് കൊണ്ടാണ് അതിനെ കത്രിക വെച്ച് കട്ട് ചെയ്ത് മുറിച്ച് പെൻഡ്രൈവ് കാടൂരി അതിനകത്ത് പാട്ട് കോപ്പി ചെയ്തത്. ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമ കാണാനായിട്ട് ഒരു തിയേറ്ററിൽ പോയി. അപ്പോൾ ഈ തിയേറ്ററിൽ പോകുന്നതിന് തൊട്ട് മുൻപ് തിയേറ്ററിൻ്റെ താഴെ വെച്ച് ഒരു ചെറിയ ഇൻസിഡൻറ്റ് സംഭവിച്ചു. സംഭവം വേറെ ഒന്നല്ല, ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു ചേട്ടൻ ഇറങ്ങി വന്നു. അദ്ദേഹം എൻ്റെ മേത്ത് മുട്ടയോ സംതിങ് ലൈക്ക് എന്തോ സംഭവിച്ചു, എനിക്ക് ഓർമ്മയില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, ഞങ്ങൾ തമ്മിൽ നല്ല ഉടക്കായി. എൻ്റെ പഴയ സ്വഭാവം അനുസരിച്ച് നല്ല നല്ല പ്രധാനപ്പെട്ട വാക്കുകൾ, ഡിക്ഷണറിയിലൊന്നും നിങ്ങൾ കാണാത്ത ചില വാക്കുകളൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹവും എൻ്റെ പിതാക്കന്മാരെയും എന്നെക്കുറിച്ചുള്ള ചില വാക്കുകളൊക്കെ അദ്ദേഹം എന്നോടും സംസാരിച്ചു. ഞങ്ങൾ 2 പേരും സംസാരം കുറച്ച് നേരം നീണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പ്രവർത്തിച്ചു, അദ്ദേഹത്തൊരു തള്ളും കൊടുത്തു. ഞാൻ അവിടെ നിന്ന് തിരിച്ച് തിയേറ്ററിലോട്ട് പോയി. ഞാൻ നടന്നു പോകുമ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയ ആളാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ എന്നെ ഇങ്ങനെ വിളിച്ചു, നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. എന്ത് ചെയ്തു ചോദിച്ചു. അങ്ങോട്ട് ആരാന്ന് എനിക്കറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരായാലും എനിക്കെന്താ, രാജാവൊന്നുമല്ലല്ലോ. നമ്മൾ അന്നത്തെ സ്വഭാവം അങ്ങനെയാണ്, ഇവനിപ്പോൾ ആരായാലും എനിക്കെന്താ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു വേറെ ആരുമല്ല, നീ അപ്പുറത്ത് ആ ബോർഡ് കണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ബോർഡ് കണ്ടു, പോലീസ് സ്റ്റേഷൻ, കൊള്ളാം, ബോർഡാണ്, അവിടുത്തെ SI ആന്ന് പറഞ്ഞു. സുബോധമില്ലാത്തവനിപ്പോൾ എന്ത് SI,
എന്ത് സംഭവം? ഞാൻ നേരെ പോയി തിയേറ്ററിൽ കയറി സിനിമ കാണാനിരുന്നു. ഓരോ ഡോറും തുറന്ന് ഓരോരുത്തരും പുതിയ ആൾ സിനിമ കാണാൻ വരുമ്പോൾ എൻ്റെ പ്രതീക്ഷ എന്നെ പൊക്കാൻ SI അവിടെ പോയി ഇപ്പം ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുമായിട്ട് വരികയാണ്. ഓരോ പ്രാവശ്യവും വാതിൽ തുറക്കുമ്പോൾ ഞാൻ പ്രതീക്ഷയോടെ നോക്കും, കാക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സമാധാനം, ആശ്വാസമായി. അടുത്തവൻ ഡോർ തുറക്കുമ്പോൾ നമ്മൾ വീണ്ടും നോക്കുക, അവിടുത്തെ പോപ്കോണായിട്ട് വരും. ഈ വൃത്തികെട്ടവനായിരുന്നു. നമ്മൾ ആളറിയാതെ എന്ത് ചെയ്തു? അവനോട് പ്രതികരിച്ചു. ആളറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമോ? ഒന്നും ചെയ്യത്തില്ല. സാറേ സോറി സാറേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അയാളുടെ വഴിക്ക് പോയനെ, പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. ആള് സാധാരണ വേഷത്തിലായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആളെ മനസ്സിലായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് അപകടത്തിൽ നമ്മൾ പെടാം. അപ്പം അവനെ അറിയുക. എന്തോ യേശു പറഞ്ഞേ? ആ വാക്യം വായിച്ചു. ദൈവത്തെയും ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. നീ ഇത് രണ്ടും അറിയണം. യേശു ആരാണെന്ന് അറിയണം, അവൻ എവിടെ നിന്ന് വന്നു എന്നറിയണം, അവൻ എന്താണെന്ന് അറിയണം, ദൈവത്തെ അറിയണം. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിനക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ? നിത്യജീവൻ വരത്തുള്ളൂ. അപ്പോൾ യേശു ഒരു മനുഷ്യൻ മാത്രമാണെന്ന് അറിഞ്ഞാൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാവുമോ? ഇല്ല. ബൈബിളിൽ അങ്ങനെയല്ല. യേശു ദൈവമാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ നമ്മളോട് എന്ത് പറയുന്നുവോ അതറിഞ്ഞാൽ മാത്രമേ, അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യേശു ആരാണ് എന്ന് ഞാൻ അറിയണം. യേശു ദൈവമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. യേശു അത്ഭുതം ചെയ്യുമ്പോഴും അടയാളം ചെയ്യുമ്പോഴും ആ അന്ധനായവനൊക്കെ യേശുവിനെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ. അനേക വ്യക്തികൾ യേശുവിനെ വിളിച്ചു ഹോസാന പാടി, ദാവീദിന്റെ പുത്രന് ഓശാന. ജനം മുഴുവൻ യേശുവിനെ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രന് ഓശാന. അനേക വ്യക്തികൾ യേശുവിനെ വിളിച്ചു പറഞ്ഞു ഓശാന ഓശാന ഓശാന. മത്തായി സുവിശേഷം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. ഇവിടെ മത്തായി സുവിശേഷകൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തു പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മിശിഹ തന്നെയാണ് എന്ന് തെളിയിക്കണം. അങ്ങനെ തെളിയിക്കണമെങ്കിൽ പ്രവചനങ്ങൾ മുഴുവൻ കിടക്കുന്നത് അബ്രാഹത്തിന്റെ സന്താനമാണ്, അവൻ ദാവീദിന്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്, ദാവീദിന്റെ സന്താനമാണ് എന്നുകൂടെ തെളിയിക്കപ്പെടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മത്തായി എന്ത് ചെയ്യുന്നത്? ഒരു വംശാവലി ഗ്രന്ഥം തന്നെ എഴുതി തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ള യേശുവിലൂടെയുള്ള പ്രവർത്തികൾ എഴുതുന്നത്. ഇതിപ്പം POCയുടെ പരിഷ്കരിച്ച പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പരിഷ്കരിച്ച പതിപ്പ് നിങ്ങൾ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഈ POCയുടെ പരിഷ്കരിച്ച പതിപ്പിൽ ഇതേ കാര്യം തന്നെ എഴുതിയിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട്. നമ്മൾ ആ വാക്യം ഞാൻ ഇതിനകത്തൊന്ന് വായിക്കാം. ദാവീദിൻ്റെ പുത്രനും അബ്രഹത്തിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷനിൽ POC ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. കുറച്ചും കൂടി നീതി പുലർത്തിയിട്ട്, അതായത് മൂലഗ്രന്ഥത്തോട്, ഗ്രീക്ക് മൂലഗ്രന്ഥത്തോട് മാക്സിമം നീതി പുലർത്തി ഇറങ്ങിയിരിക്കുന്ന ഒരു POC ട്രാൻസ്ലേഷനാണ് ഇപ്പോൾ നമുക്ക് കൈക്കിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയാം, ദാവീദിൻ്റെ പുത്രനും അബ്രഹത്തിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം. ഒരാൾക്ക് എത്ര പിതൃത്വം ഉണ്ടാവും? നമ്മൾ പറയുമല്ലോ, വെറുതെ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുമല്ലോ, പല തന്തയ്ക്ക് പിറന്നവൻ എന്ന് പറയുമല്ലോ. ഏതെങ്കിലും ഭൂമിയിലെ ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമോ? സാധിക്കുന്ന ഒരു കാര്യമാണോ അത്? ഒരു മകൻ എന്തായാലും ഒരു അപ്പനെ ഉണ്ടാകത്തുള്ളൂ, രണ്ടപ്പൻ യാതൊരു വിധത്തിലും ഉണ്ടാകത്തില്ല. അപ്പോൾ ജനറ്റിക് ഓർഡറിലാണ് നമ്മൾ നോക്കണമെങ്കിൽ ഒരാളുടെ പേരേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2 പേരുടെ പേര് പറയുകയാണെങ്കിൽ അത് എന്ത് ഓർഡറിലായിരിക്കും പറയുന്നത്? അപ്പൻ, അപ്പൂപ്പൻ, വല്യപ്പൻ, അങ്ങനെ പറയാലോ വേണമെങ്കിൽ. അപ്പോൾ അതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വംശാവലിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. അതാണ് ദാവീദിൻ്റെ പുത്രനും അബ്രഹാമിൻ്റെ പുത്രനും, ഇവർ 2 പേരുടെയും പുത്രനാണ് യേശു. എങ്ങനെ? വംശമുറക്കി, വംശാവലിയുമായി ബന്ധപ്പെട്ട് ഇവർ 2 പേരുടെയും. അബ്രാഹത്തിൻ്റെ പുത്രനാണ് യേശു. കാരണം എന്താ? അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അബ്രാഹത്തിനോട് ദൈവം കൊടുത്തൊരു വാഗ്ദാനം, ഇന്ന സമയത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് വചനം ഇങ്ങനെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനം ചെയ്യുന്നത്. സന്തതിക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്, സന്തതികൾക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വള്ളിയും പുള്ളിയും വെച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ വ്യാഖ്യാനിക്കുക. സന്തതികൾക്ക് എന്നാ പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് അനേകരെ ഉദ്ദേശിച്ചാണ്. എന്നാൽ ദൈവം പറഞ്ഞത് ഒരുവനെ ഉദ്ദേശിച്ചാണ്. സന്തതിക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ സന്തതി ഇസഹാക്കല്ല, അത് ക്രിസ്തുവാണ്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അബ്രാഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയാണ് ആര്? ക്രിസ്തു. വീണ്ടും അനേക വാഗ്ദാനങ്ങൾ ദാവീദിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ നിയമ വാഗ്ദാനങ്ങൾ മുഴുവൻ ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ എന്ന് ഒരുപാട് വചനങ്ങളുണ്ട്. ഈ വചനങ്ങളെയാണ് ഇവിടെ മത്തായി എടുത്തു വെച്ചുകൊണ്ട് പറയുന്നത് അബ്രാഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം. എന്ന് വെച്ചാൽ യേശു ദാവീദിൻ്റെ പുത്രനാണെന്നാണോ പറയുന്നത്? ദാവീദിൻ്റെ നേരിട്ട് പുത്രനാണോ?
അല്ല. ഏത് തരത്തിലാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക? ആ ഒരു വംശാവലിയാണ് ഇവിടെ മത്തായി സുവിശേഷകൻ എടുത്ത് നമ്മുടെ മുൻപിൽ വെക്കുന്നത്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. യോഹന്നാന്റെ സുവിശേഷം 7:27 ഒന്ന് വായിക്കാമോ? ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം, എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ല. പഴയ നിയമത്തിലെ മിശിഹാനിക് പ്രൊഫസുകൾ ഒരുപാടുണ്ട്. പഴയ നിയമത്തില് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രൊഫസുകൾ ഒരുപാടുണ്ട്. ഒത്തിരി പ്രൊഫസികളുണ്ട്. ഈ പ്രൊഫസുകൾ മുഴുവൻ ആർക്കറിയാം? യഹൂദർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. പഴയ നിയമം നമ്മളെ പോലെയല്ല, വീട്ടിൽ പാലുകാരന് കാശ് കൊടുക്കാൻ വയ്ക്കുന്ന ഒരു പുസ്തകമല്ല അവരുടെ പഴയ നിയമ ഈ നിയമഗ്രന്ഥം. അവർ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. ഓരോ ആഴ്ചകളിലും ഓരോ സാബത്ത് ദിവസങ്ങളിലും സിനഗോഗുകളിൽ അവരൊന്നിച്ചുകൂടി പരസ്പരം ചർച്ച ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ദേവാലയങ്ങളിൽ ഒന്നിച്ചുകൂടുകയും അവർ പരസ്പരം ഒരുമിക്കുമ്പോൾ പോലും സംസാരിക്കുന്ന വിഷയം അവരുടെ പഴയ നിയമഗ്രന്ഥത്തിൽ അവരുടെ പ്രത്യാശയായ ക്രിസ്തുവിനെ കുറിച്ചാണ്. മിശിഹായി എവിടെയാണ് വരുന്നത്, എവിടെയാണ് ജനിക്കാൻ പോകുന്നത്, എവിടെയായിരിക്കും അവൻ്റെ ഉത്ഭവസ്ഥാനം, എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്യുന്നത്. നമ്മൾ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഈ പീലിപ്പോസ് വന്ന് നഥാനായേലിനോട് ചോദിക്കുമ്പോൾ നഥാനായേൽ തിരിച്ചു പറയുന്നത് അങ്ങനെ ഒരു രക്ഷ അവിടെ നിന്നാണ് വരുന്നത്. ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന വിഷയം മുഴുവനതാ. ഇത് തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ചർച്ചാ വിഷയം. അതാ യോഹന്നാന്റെ സുവിശേഷം 7:27 നമ്മൾ വായിക്കുന്ന ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. ക്രിസ്തു ഇവൻ എവിടെ നിന്ന് വരുമെന്ന് നമുക്കറിയാം, എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അതായത് പഴയ നിയമത്തിൽ മിശിഹായെ കുറിച്ചുള്ള പ്രവസികൾ മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്തു എവിടെ നിന്ന് വരുന്നുവെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഇവൻ ആര്, ഈ നിൽക്കുന്ന യേശു എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. അവർക്ക് എന്താ അറിയാവുന്നേ? ഈ നിൽക്കുന്ന യേശു എവിടെ നിന്ന് വന്നു എന്ന് അവർക്ക് അറിയാവുന്നേ? മറിയത്തിൽ നിന്ന് വന്നു എന്ന് അവർക്കറിയാം. പിന്നെ അവൻ്റെ അപ്പൻ ആരാണെന്ന് അറിയുന്നേ? തച്ചനായ ജോസഫ് അല്ലേ ഇവൻ്റെ അപ്പൻ, ഇവൻ്റെ പിതാവ്. നമ്മളുടെ ഇടയിൽ നമ്മുടെ കൂടെയുള്ള അതാ വടക്കേലെ മറിയത്തിൻ്റെ മോനല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിൽ അവരെ ചോദിക്കുന്നേ. അങ്ങനെയല്ലേ? നമ്മൾ മറ്റേ ഫുൾ A+ കിട്ടിയ ഫ്ലക്സ് കാണുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പച്ചൻ ഇതാ അവൻ്റെ മോനല്ലേ, അവൻ 7ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റവനാണ്, എന്തായാലും കൊച്ചിറക്കൻ A+ വാങ്ങിച്ചല്ലോ അല്ലേ നമ്മൾ പറയില്ലേ? ചായക്കടയിൽ നമ്മൾ സംസാരം പറയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അപ്പൻ കുഴപ്പമില്ല, മോശക്കാരനായാലും മക്കൾ ഉന്നതിയിലെത്തിയില്ലോ എന്ന് പറയില്ലേ? എന്ന് പറയുന്നത് പോലെ യേശു വലിയ പ്രബോധനങ്ങളും വലിയ വലിയ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനം പറയുന്ന കാര്യമാണ് ക്രിസ്തു എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. എന്നാൽ ഇവൻ ആരാണെന്ന് നമുക്കറിയാം, ഇവൻ എവിടെ നിന്നാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളൊരു ചർച്ചാ വിഷയം. അവിടെ മൊത്തത്തിൽ ജനങ്ങളുടെ ഒരു വലിയൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വരിക. യേശു എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. കാരണം യഥാർത്ഥത്തിൽ യേശു മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ചു, എന്നാൽ മറിയത്തിൻ്റെ ശരീരം യേശു സ്വീകരിച്ചോ? ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണോ യേശു കടന്നു വരുന്നത്? ഏതെങ്കിലും നോർമൽ രീതിയിലാണോ യേശുവിൻ്റെ ജനനം കിടക്കുന്നത്? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ. ഈ കാര്യം തിരിച്ചറിയാതെ ഇത് മനസ്സിലാക്കാതെ രക്ഷ പ്രാപിക്കുമോ ഏതെങ്കിലും ഒരു വ്യക്തി? ഇത് അറിഞ്ഞ് രക്ഷ പ്രാപിക്കാനൊട്ട് ഈ ജനത്തെയൊട്ട് ഇവർ വിടത്തൂല. നമുക്ക് എന്ത് വേണം? നമുക്ക് എങ്ങനെയെങ്കിലും യേശുവിൻ്റെ സ്ഥാനം എത്ര താഴ്ത്തിയാലും കുഴപ്പമില്ല, യേശുവിൻ്റെ അമ്മയായ മരിയയുടെ സ്ഥാനം എങ്ങനെയെങ്കിലും നമുക്ക് ഉയർത്തി കാണിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിലൊരു കമൻറ്റ് വായിച്ചു. അവസരം കിട്ടുമ്പോൾ എങ്കിലും എപ്പോൾ എന്ത് അവസരം കിട്ടിയാലും മാതാവിനെ അവഹേളിക്കുന്നതിൽ നീ ഒട്ടും പിന്നോട്ടല്ല. സത്യത്തിൽ നമ്മളൊരു വ്യക്തിയെ എങ്ങനെ അവഹേളിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം? ഇല്ലാത്ത സ്ഥാനം കൊടുത്ത് എങ്ങനെയെങ്കിലും തള്ളിക്കയറ്റിയിട്ട് അതാണോ ബഹുമാനം കൊടുക്കുക? അത് ബഹുമാനമാണോ യഥാർത്ഥത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞ കഥ പോലെ തന്നെ ആ പോലീസുകാരനായി മനസ്സിലാക്കിയാൽ ഞാൻ അവനെ ബഹുമാനിക്കും. അദ്ദേഹത്തിന് ഒരു കാക്കി കുപ്പായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബഹുമാനിച്ചേനെ. ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുകയായിരുന്നു. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കാതെ ഞാൻ അദ്ദേഹത്തെ അവഹേളിക്കുകയായിരുന്നു. യഥാർത്ഥ സ്ഥാനം കണ്ട് അത് കൊടുക്കുന്നത്, അതാണ് യഥാർത്ഥ ബഹുമാനം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അമ്മ മാതാവിനെ നമ്മൾ എപ്പോഴെങ്കിലും അവഹേളിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ ഈ കച്ചവടക്കാർ കൊണ്ടുകൊടുക്കുന്ന ഈ നമ്മുടെയൊക്കെ കൂലിവേലക്കാരിയാണ് ഈ മാതാവ് എന്ന് അവഹേളിക്കുന്നതല്ല ഏറ്റവും വലിയ അവഹേളനം. എൻ്റെ കാര്യം നടത്തി തരാനുള്ള എന്തോ ഒരു ഉപകരണമാണ് മാതാവ് എന്ന് പരസ്യപ്പെടുത്തുന്നതല്ല ഏറ്റവും വലിയ അവഹേളനം. ഞാൻ പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാതാവിനെ അപമാനിക്കുന്നത് കൃപാസന VP അച്ഛനാ. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്കൊരാളൊരു VP അച്ഛൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു, ഒരു റീൽസ്. അപ്പം അച്ഛൻ പറഞ്ഞു വേറൊന്നുമല്ല, നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് വന്ന്, മാതാവ് എന്ന് പറഞ്ഞാൽ കൃപാസനം മാതാവ് കേട്ടോ, VP അച്ഛൻ്റെ മാതാവ് വന്ന് ഒരു ഉടമ്പടി എടുത്തു, എന്നിട്ട് കിട്ടിയില്ല, നടന്നില്ല, കാര്യം നടന്നില്ല. ഉടനടി നിങ്ങൾ ഓടിപ്പോയി ഔസേപ്പിതാവിൻ്റെ അടുത്ത് പോയി നൊവേന കൂടി, നിങ്ങൾക്ക് പണി കിട്ടും. ജോസഫ് അച്ഛൻ്റെ മാതാവ് അങ്ങനെയാണ്.
മാതാവിനെ കാണാതെ അപ്പുറത്ത് അന്തോണീസ് ഉണ്ണിയാളുടെ അടുത്ത് പോയി നൊവേന കൂടിയ പണിയുന്ന മാതാവാണ് ജോസഫച്ചൻ്റെ മാതാവ്. പക്ഷെ ഞാൻ അങ്ങനത്തെ മാതാവിനെ കണ്ടിട്ടില്ല, ബൈബിളിൽ കണ്ടിട്ടില്ല. യേശുവിൻ്റെ അമ്മ മാതാവ് അങ്ങനെയാണോ? അങ്ങനെ പണി കൊടുക്കുന്ന മാതാവല്ല യേശുവിൻ്റെ അമ്മ മാതാവ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവർ യഥാർത്ഥത്തിൽ മാതാവിനെ അവഹേളിക്കുക ചെയ്യുന്നത്. നമ്മളാണ് യഥാർത്ഥത്തിൽ മാതാവിനെ എന്ത് ചെയ്യുന്നത്? ബഹുമാനിക്കുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പകരം വീട്ടാൻ നിൽക്കുന്ന അത്രയും ലോല ഹൃദയമാണോ യേശുവിൻ്റെ അമ്മ മാതാവ്? എനിക്കറിയില്ല. എന്തായാലും ജോസഫച്ചനോട് കർത്താവ് ക്ഷമിക്കട്ടെ, കാരണം നമുക്കിപ്പോൾ അതേ പറയാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ യഥാർത്ഥ തരത്തിൽ നമ്മൾ അറിയണം. അവൻ ആരാണ്, അവൻ എവിടെ നിന്നാണ്, അവൻ എന്താണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യെശയ്യാ പ്രവചനം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവെന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. ദാവീദിന്റെ സിംഹാസനത്തെ കുറിച്ച് അവിടെ ഒരു പ്രവചനം കിടക്കുക. യെശയ്യാ 9:6 കൃത്യമായിട്ട് ദാവീദിന്റെ സിംഹാസനത്തെ കുറിച്ചൊരു പ്രവചനം കിടക്കുക. വീണ്ടും യെശയ്യാ പ്രവചനം 11:1-2 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 11:1-2. ജസ്സയുടെ കുട്ടിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. ജസ്സയുടെ കുട്ടി ആരാണ്? ജസ്സേ ദാവീദിന്റെ പിതാവ്. അപ്പൊ ജസ്സയുടെ കുറ്റിയിൽ നിന്നും എന്ന് പറയുമ്പോൾ അവിടെ ആ ദാവീദിന്റെ വംശാവലിയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വംശത്തെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. ജെറമിയ പ്രവചനം 23:5-6 വാക്യം കൂടി വായിക്കാം. ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ ഞാൻ മുളപ്പിക്കും. വീണ്ടും ജെറമിയ 33:15-16 വാക്യം. ജെറമിയ 33:15-16. ആ നാളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. അപ്പൊ നിങ്ങളിവിടെ 3 സ്ഥലത്തും ഒരു മുളയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു മുള എന്ത്? ഒന്ന് ജസ്സയുടെ കുറ്റിയിൽ ഞാനൊന്നിനെ മുളപ്പിക്കും, ദാവീദിന്റെ വംശത്തിൽ ഞാനൊന്നിനെ മുളപ്പിക്കും. അത് തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാം ഒന്നിനെ മുളപ്പിക്കും അല്ലെങ്കിൽ ഒന്നിനെ ഉത്ഭവം നടക്കും, ഒരു പുതിയ ഒന്ന് അവിടെ വരും എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ എല്ലാം നമ്മൾ വചനം വായിക്കുന്നത് ഇത് വംശാവലിയെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? ആ വംശത്തിൽ ജനിക്കുന്നതിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? അല്ലേ? ഈ പ്രവചനം തന്നെയല്ലേ മത്തായി സുവിശേഷം എടുത്ത് പറയുന്നത് വ്യക്തമായിട്ട്? ആ പ്രവചനം സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവിച്ചത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ പുത്രൻ, അബ്രാഹത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം എന്ന് മത്തായി എഴുതി തുടങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചത്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് മാതാവിൽ നിന്ന് ശരീരം സ്വീകരിച്ചു എന്ന കാര്യമാണോ, അതെയോ ആ വംശാവലിയിൽ വന്നു എന്ന കാര്യമാണോ നമുക്ക് അവിടെ കാണാൻ പറ്റുക? ആ വംശാവലിയിൽ ക്രിസ്തു അവിടെ ജനിച്ചു എന്നുള്ളതാണ്. പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവവും തന്നെയായി അവൻ എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് തന്നെ നമുക്കവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. റോമാലേഖനം 1-3 വാക്യം. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും. അതായത് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുക, എനിക്ക് പറയാനൊരു സുവിശേഷമുണ്ട്. അതല്ലേ 2-ാം വാക്യം 2 കൂടി വായിച്ചോ, അപ്പൊ ക്ലിയർ ആവും. റോമ 1:2 തുടങ്ങി വായിച്ചോ. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ, അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന പഴയ നിയമ പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദാനങ്ങളും ആരെ കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്, സദ്വാർത്തയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും താഴോട്ട് വാക്യം വായിക്കുമ്പോൾ ഇത് അവിടുത്തെ പുത്രനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം, അവന്റെ വംശാവലി, അവൻ ജഡപ്രകാരം വന്നിരിക്കുന്നത് ദാവീദിന്റെ സന്തതിയിൽ നിന്നാണ് അവനെ കാണുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് വീണ്ടും അതേ വിഷയം തന്നെ തുടങ്ങിയിട്ടാണ് ആര്? റോമാക്കാർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതി തുടങ്ങുമ്പോൾ തന്നെ ആ വിഷയമാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതല്ലാതെ മറ്റൊരു വിഷയത്തിൽ നിന്നല്ല അവിടെ തുടങ്ങുന്നത്. നേരത്തെ നമ്മളൊരു നമ്മുടെ ഇടയിലുള്ള മറിയത്തിൻ്റെ അല്ലെങ്കിൽ ജോസഫിൻ്റെ മകനല്ലേ ഇവൻ എന്നൊരു ചോദ്യം ഇവിടെ വന്നല്ലോ അല്ലേ? ആ ചോദ്യം നമ്മൾ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ, ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ യേശു തിരിച്ച് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നൊരു ചോദ്യം ചോദിക്കുക. അതാണ് ലൂക്കാ സുവിശേഷം 20:41 മുതൽ വാക്യം. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബൈബിളിൽ അതിന് മുകളിലുള്ള ഹെഡിങ് ഒന്ന് വായിച്ച്.
ക്രിസ്തു ദാവീദിന്റെ പുത്രൻ. ഓക്കെ, അതിന് മുകളിൽ ഇതിന് മുകളിലുള്ള ആശയം എന്തായിരുന്നു? അടുത്ത ഹെഡിങ്, മുകളിലുള്ള ഹെഡിങ് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദം. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദം. അടുത്ത ഹെഡിങ് വീണ്ടും ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ സീസറിന് നികുതി കൊടുക്കണം. അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, സീസറിന് നികുതി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള സംഭവിച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വന്നു. രണ്ടാമത്തെ വിഷയം പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഒരു വിവാദം വന്നു. അപ്പോൾ ജനത്തിനിടയിൽ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരികയാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ വന്നപ്പോഴും യേശു അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുണ്ട്. വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഈ വാക്യം വരുന്നത് അവിടെയാണ്. അതിനുശേഷം യേശു, അതായത് യേശുവിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങോട്ടുള്ള ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ, ഇത്രയും നേരം നിങ്ങൾ ഇങ്ങോട്ടുള്ള ചോദ്യം ചോദിച്ചേ, ഇനി ഞാനൊരു കാര്യം ചെയ്യാം, തിരിച്ച് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമോ? ഇതാണ് യേശുവിൻ്റെ സ്റ്റാൻഡ്. അവിടെയാണ് 41 വാക്യം നമ്മൾ വായിക്കുന്നത്. വായിച്ചോ, 20:41. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് പറയുവാൻ എങ്ങനെ കഴിയും? എടാ, നിങ്ങൾ കുറേ നേരമായല്ലോ എന്നെ ജയ് വിളിച്ച് അകത്തോട്ട് കയറ്റുമ്പോൾ ദാവീദിന്റെ പുത്രൻ ഹോസാന, ഇസ്രായേലിന്റെ രാജാവിന് ഹോസാന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിളിച്ചു. ഞാൻ വഴിയെ കൂടെ നടന്നു പോയപ്പോൾ അന്ധനായ ഒരുവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞു. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മിശിഹ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദാവീദിന്റെ പുത്രനാണ് ക്രിസ്തു, ദാവീദിന്റെ പുത്രനാണ് മിശിഹ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ശരിയല്ലേ? പഴയ നിയമത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും പരിശോധിച്ച് നിങ്ങളുടെ നിയമജ്ഞരും നിങ്ങൾ സദൂക്കായരും പരിസേയന്മാരും എല്ലാവരും നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു? ക്രിസ്തു ദാവീദിന്റെ വംശത്തിലാണ് വന്ന് പിറക്കുന്നത്, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത്? എന്തുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കാത്തത്? യേശുവിന് ഒരു അമ്മയുണ്ട്, ഒരു അപ്പനുമുണ്ട്. മറിയയുടെ പുത്രനാണെന്നുള്ള ചിന്തയും ജോസഫിന്റെ മകനാണെന്നുള്ള ചിന്തയുമാണ് ക്രിസ്തു ആരാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തു അല്ല എന്നുള്ള നിങ്ങളുടെ അവിശ്വാസത്തിന് കാരണം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചല്ലോ, അന്ന് ഞാൻ തിരിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ക്രിസ്തു ചോദിച്ചു, ആ വാക്യം വായിച്ചോ, 41. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് പറയുവാൻ എങ്ങനെ കഴിയും? നിങ്ങൾ എങ്ങനെയാ പറയുന്നേ? നിങ്ങളുടെ മിശിഹ, നിങ്ങളുടെ ക്രിസ്തു, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തി ദാവീദിന്റെ പുത്രനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ദാവീദിന്റെ പുത്രനാണെങ്കിൽ ഈ ദാവീദിന്റെ പുത്രനായ ജോസഫിന്റെ മകനാണെന്ന് നീ വിശ്വസിക്കണ്ടേ? ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്നാണ് ആ ജനം മുഴുവൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല? ആ ദാവീദിന്റെ വംശത്തിൽ പിറന്നവനല്ലേ ജോസഫ്, അല്ലേ? എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ക്രിസ്തു അവിടെ തിരിച്ചു ചോദിക്കുന്നത്. യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ ധ്വനി നിങ്ങൾക്ക് മനസ്സിലായോ? എടാ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ? എനിക്കൊരു ഭൗതികമായ വളർത്തുപിതാവുമുണ്ട്, എനിക്കൊരു മാതാവുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല. അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 7:27 നമ്മൾ വായിച്ചത്? ക്രിസ്തു എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ അറിയത്തില്ല. ഇത് പറയുന്നവർ എന്നെ പറയുകയാണ് ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് പറയുകയും ചെയ്യുക. ഇത് രണ്ടും കൂടി ഒരു വഴിക്ക് പോവോ? രണ്ടും കൂടി ഒരു വഴിക്ക് പോകത്തില്ല. അതാ യേശു തിരിച്ചു ചോദിക്കുന്നത്, ദാവീദിന്റെ പുത്രൻ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിക്കുക. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചോ. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് പറയാൻ എങ്ങനെ കഴിയും? ദാവീദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിന് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഇവിടെ വ്യക്തമായിട്ട്, അതായത് 2-3 സുവിശേഷങ്ങൾ, മത്തായി സുവിശേഷത്തിലും മർക്കോസിലും ഇതേ കാര്യം തന്നെയുണ്ട്. യേശു പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ആഴപ്പെടുത്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. എങ്ങനെ എഴുതിയിരിക്കുന്നു? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പോ പിന്നെ എങ്ങനെ അങ്ങനെ വിളിക്കാൻ പറ്റും? അതായത് അപ്പനെ കയറി ഔസേപ്പേട്ടാന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ അല്ലേ, അപ്പനെ കയറി ആരെങ്കിലും അങ്ങനെ ഔസേപ്പേട്ടാന്ന് വിളിക്കുമോ? അങ്ങനെ വിളിക്കുന്നവരുണ്ട്, എന്തായാലും നമ്മുടെ ഇടയിലില്ലായിരിക്കാം. അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ? അല്ല. ഇവിടെ നോക്കുക, ദാവീദിന്റെ പുത്രനാണെന്ന് പറയുകയും എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് എന്ത് പറയുകയാണ്? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു. അപ്പം രണ്ടുപേരെയും ദാവീദ് എന്താ വിളിക്കുന്നത്? കർത്താവ് എന്ന് വിളിക്കുന്നത്. ദാവീദിന്റെ പുത്രനാണ് യേശു എങ്കിൽ യേശുവിനെ എങ്ങനെ വിളിക്കണം? മകനെ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ പേരെടുത്ത് വിളിക്കണം. ഇത് രണ്ടുമല്ല വിളിച്ചത്. എന്താ വിളിച്ചത്? കർത്താവ് എന്നാണ് വിളിച്ചത്. അതായത് മൈ ലോഡ് എന്ന അർത്ഥത്തിൽ വരുന്ന, അല്ലെങ്കിൽ പിതാവേ എന്ന അർത്ഥത്തിലാണ് വിളിച്ചേ. അതെങ്ങനെയാണ് മകനെ കയറി അപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ഇതാണ് കർത്താവ് അവിടെ ചോദിക്കുന്നത്. അതും വെറുതെ വിളിച്ചതല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വിളിച്ചു. ഇത് തന്നെ ദാവീദ് സങ്കീർത്തനത്തിൽ എന്ത് ചെയ്തിരിക്കുക?
എഴുതി വച്ചിരിക്കുക. നിങ്ങൾ ആ സങ്കീർത്തനം എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ഇതേ സങ്കീർത്തനം നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനം ദൈവാത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നുണ്ട്. അല്ലയോ യഹൂദരെ എന്നാണ് ആ യഹൂദരുടെ മുഖത്ത് നോക്കി യേശു ചോദിക്കുക, ഇതെങ്ങനെ ശരിയാകും? ഇത് രണ്ടും കൂടി എങ്ങനെ നിങ്ങൾക്കൊന്ന് യോജിപ്പിക്കാൻ പറ്റും എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഇനി തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നും കൂടി ഒന്ന് വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആശയം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 41 മുതൽ. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് പറയുവാൻ എങ്ങനെ കഴിയും? എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുക? ദാവീദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത്? അപ്പൊ യേശു എന്താണ് ഇവിടെ നിഷേധിക്കുന്നത്? യഥാർത്ഥത്തില് മിശിഹ ദാവീദിന്റെ പുത്രനാണ് എന്ന പ്രൊഫസികൾ മുഴുവൻ നിറവേറ്റപ്പെടണം. അത് മുഴുവൻ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ദാവീദിന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ രീതിയിലല്ല ആര് വരുന്നത്? ക്രിസ്തു വരുന്നത് എന്ന കാര്യം നിങ്ങളുടെ ചിന്തയിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അത് വളച്ച് 3 മടക്കി നിന്റെ പോക്കറ്റിൽ വെച്ചോ എന്ന് തന്നെ കർത്താവ് പറയുക. അതാണ് കർത്താവ് അടുത്ത വാക്യം ചോദിക്കുന്നത്. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത്? മകനെ അപ്പൻ പിതാവേ എന്ന് വിളിക്കുന്നു എങ്കിൽ അവൻ ദാവീദിനേക്കാൾ വലിയവനാണ്, ദാവീദിനേക്കാൾ മുന്നേ ഉള്ളവനാണ്. അവനെ അല്ലാതെ ദാവീദിന് പുത്രനാന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഇത് പിതാവേന്നാണ് ദാവീദ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു എന്ത് നിഷേധിച്ചു? ഇവരുടെ ഈ ചിന്തയെ ഒരു കൊട്ടുകൊടുത്ത് യേശു ഒന്ന് പതിയെ താത്തി നിർത്തി ഉത്തരം പറയാൻ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും ഉത്തരം പറഞ്ഞോ? ഇതേ വിഷയം മത്തായി എഴുതിയിട്ടുണ്ട്, മർക്കോസ് എഴുതിയിട്ടുണ്ട്, ലൂക്കോസും ഇതേ വിഷയം തന്നെ എഴുതിയിരിക്കുന്നു. ഓരോരുത്തരും എഴുതിയപ്പോൾ അവരവരുടെ വ്യൂ പോയിന്റിൽ കുറച്ചും കൂടി ദീർഘമായി. ലൂക്ക എഴുതിയപ്പോൾ അതിൻ്റെ സോഴ്സ് എടുത്ത് പറഞ്ഞു, സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് എഴുതി. എന്നാൽ മത്തായി എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്ന് എഴുതി. ഇത് തന്നെ ഹെബ്രായ ലേഖനം നമ്മൾ തുടക്കം വായിച്ചു, എൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ഇത് മുഴുവൻ പഴയ നിയമ പ്രവചനം പൂർത്തീകരണമാണ്. ഈ പ്രവചനങ്ങളെ മുഴുവൻ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവൻ ഈ മിശിഹ തന്നെയാണ് ക്രിസ്തു, ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. 1 കൊരിന്തോസ് അതിൻ്റെ 15-ാം അധ്യായം 45-ാം വാക്യം. പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഒരു 10 മിനിറ്റ് കൂടി മതി, വെറുപ്പിക്കില്ല. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. അപ്പൊ 2 കാര്യം. ഒന്ന്, ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. ആരാണ് ആദ്യ മനുഷ്യനായ ആദം? ആദം ആരാണ്? ആദ്യത്തെ മനുഷ്യൻ അല്ലേ? രണ്ടാമത്തെ ആദം ആരാണ്? യേശു ക്രിസ്തുവാണ് രണ്ടാമത്തെ ആദം. ഇത് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്ക് അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആദം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആദം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ സമയം കിട്ടുമ്പോൾ POC ബൈബിളിൻ്റെ ഏറ്റവും തുടക്കം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ഫുട് നോട്ട് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് മത്തങ്ങ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദം എന്നത് 2 തരത്തിൽ ഉപയോഗിക്കുന്നു. ഒന്ന്, അതൊരു പേരായും മറ്റൊന്ന് മനുഷ്യൻ എന്ന അർത്ഥത്തിലും അത് ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ആദം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. ആദ്യം അത് ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ അത് ആദ്യ മനുഷ്യൻ്റെ പേരായും തന്നെ അത് വന്നിട്ടുണ്ട്. നമ്മൾ ആദം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം കടന്നു വരുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, അത് തന്നെയാണ്. പക്ഷേ മുഴുവൻ മനുഷ്യകുലത്തെയും സൂചിപ്പിക്കാൻ എന്ത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആദം എന്ന് തന്നെയാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ അർത്ഥത്തിൽ നമ്മൾ ഈ കൊരിന്തോസ് 15:45 വായിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം എന്ന് വെച്ചാൽ അവസാനത്തെ മനുഷ്യൻ. അവസാനത്തെ മനുഷ്യൻ ആരാ? ഇവിടെ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജീവദാതാവായ ആത്മാവായി തീർന്നിരിക്കുന്നു. താഴോട്ട് വായിച്ചോ. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. 47-ാം വാക്യം ഇവിടെ നിന്ന് വായിച്ചു. 47-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവും. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. ആദ്യ മനുഷ്യൻ ആദം എവിടെ നിന്നുള്ളതാ? ആദം എവിടെ നിന്നുള്ളതാ? ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. രണ്ടാമത്തെ മനുഷ്യൻ എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ എല്ലാ ബൈബിളിലും അങ്ങനെ തന്നെയല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ മനുഷ്യൻ എവിടെ നിന്നുള്ളവനാ? സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്?
അപ്പൊ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം എവിടെ നിന്നാണ്? യേശു ക്രിസ്തുവിന്റെ മനുഷ്യ ശരീരം എവിടെ നിന്നാണ്? യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും അവകാശം പറയാൻ പറ്റുമോ? മാതാവിന്റെ ഉദരത്തിൽ ജനിച്ചു, 100% ഷുവർ, വചനം മാംസമായി ഭൂമിയിൽ വസിച്ചു. അതാണ് നമുക്ക് രക്ഷ നൽകിയത്. അതാണ് നമ്മുടെ രക്ഷയുടെ കാരണം. അപ്പൊ യേശുവിനെ എങ്ങനെ അറിഞ്ഞാലാണ്, എങ്ങനെ മനസ്സിലാക്കിയാലാണ് ഒരുവന് നിത്യജീവൻ ലഭിക്കുക? യേശുവിനെ എങ്ങനെ അറിഞ്ഞാലാണ് നിത്യജീവൻ ലഭിക്കുക? യേശു എന്ന മനുഷ്യൻ സ്വർഗത്തിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. അങ്ങനെ വിശ്വസിച്ചാലേ നിനക്ക് എന്ത് ചെയ്യത്തുള്ളൂ? നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ആദ്യം വായിച്ചത്, 7:3 നമ്മൾ വായിച്ചു. അവനെ അറിയുക, പിതാവിനെ അറിയുക, അയച്ചവനെയും ക്രിസ്തുവിനെയും അറിഞ്ഞാലാണ് നിനക്ക് നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. എങ്ങനെ അറിയണം? അവൻ ആരാണെന്ന് അറിയണം, അവൻ എവിടെ നിന്നാണെന്ന് അറിയണം, അവൻ എന്താണെന്ന് അറിയണം, അവൻ എന്തിനു വന്നു എന്നറിയണം. ഇതെല്ലാം അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇതെല്ലാം അറിഞ്ഞാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റേ തിയേറ്ററിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഓരോ സമയത്ത് ഞാൻ ടെൻഷൻ അടിച്ചതുപോലെ എന്നെ അറസ്റ്റ് ചെയ്യാനാണോ വരുന്നത്, എന്നെ പിടിക്കാനാണോ വന്നെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കേണ്ടി വരും. കാരണം എന്താ? ആ പോലീസുകാരൻ നോർമൽ ഡ്രസ്സിലായിരുന്നു, എനിക്കറിയാൻ വേണ്ടായില്ല അങ്ങ് ഒരു പോലീസുകാരനാണെന്ന്. ഇതുപോലെ തന്നെ ഇരിക്കും ഈ ഒരു പ്രശ്നം. നീ അറിയണം അവൻ ആരാണ്, അവൻ ഏതാണ് എന്ന് നീ തിരിച്ചറിഞ്ഞേ പറ്റൂ, നീ മനസ്സിലാക്കിയേ പറ്റൂ. നീ അത് തിരിച്ചറിഞ്ഞാലേ നിത്യജീവൻ നിനക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലേ കർത്താവ് പറഞ്ഞേ? പിതാവിനെയും പുത്രനെയും അറിയുമ്പോഴാണ് നിത്യജീവൻ. അവൻ ആരാണെന്ന് അറിയണം, അവൻ എവിടെ നിന്നാണെന്ന് അറിയണം, അവൻ എന്താണെന്ന് അറിയണം. ഒരു പോലീസുകാരനാകട്ടെ, അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊരു വ്യക്തി, ഇപ്പോൾ ഇന്ത്യൻ മുകളിൽ നിന്ന് വരുന്ന ഏതൊരു വ്യക്തി, അല്ലെങ്കിൽ താഴെ ഏതെങ്കിലും ഒരാൾ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നോർമൽ ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനോട് ID കാർഡ് ചോദിക്കും അല്ലേ? ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നിൻ്റെ വീട് ജപ്തി ചെയ്യാൻ വന്നതാ, അല്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ID കാർഡ്, ഷോ യുവർ ID കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് സൈലൻ്റ് ആവും. അല്ല സാറേ, അത് നമ്മൾ പെട്ടെന്ന് സറണ്ടർ ആവും. അതുവരെ നമ്മൾ വേണമെങ്കിൽ ഒന്ന് നിവർന്ന് നിൽക്കും. കർത്താവ് തൻ്റെ ID വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. നമ്മൾ ലൂക്കാ സുവിശേഷം നമ്മൾ നേരത്തെ വായിച്ചത്, ദാവീദിൻ്റെ പുത്രനെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും അല്ലേ? കർത്താവിൻ്റെ ID വെളിപ്പെടുത്തി, തൻ്റെ ID എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി. നീ ഉദ്ദേശിക്കുന്ന തലത്തിൽ ദാവീദിൻ്റെ പുത്രനാണെങ്കിൽ ദാവീദ് എങ്ങനെ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നിനക്ക് പറയാൻ പറ്റും. ആ വചനത്തെ നീ ഒന്ന് ക്ലിയർ ചെയ്തതാണ്. കർത്താവ് തൻ്റെ ID കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. മനസ്സിലാക്കിയവൻ സന്തോഷിക്കും, മനസ്സിലാക്കാത്തവൻ വീണ്ടും അപകടത്തിൽ പോകും. ഇതേ കാര്യം തന്നെ പൗലോസ് അപ്പസ്തോലിന് മനസ്സിലായി. അപ്പം അപ്പസ്തോലൻ അത് പറഞ്ഞു വെച്ചു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, എന്നാൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അത് മനുഷ്യനെന്ന് തന്നെയല്ലേ പറഞ്ഞേ? യേശുവിൻ്റെ ദൈവത്വം മാത്രം സ്വർഗത്തിൽ നിന്നാണോ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെയാണോ നിങ്ങൾ വാക്യം വായിക്കുന്നത്? അല്ല, രണ്ടാം മനുഷ്യനെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണുന്ന ആദത്തിൻ്റെ അതേ സെയിം സംഭവം. നമ്മൾ ആ വാക്കും കൂടി വേണമെങ്കിൽ അതിൻ്റെ കൂടെ യോജിപ്പിച്ചാൽ വളരെ ക്ലിയറാണ്. അപ്പം രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് എന്ന് വ്യക്തമായിട്ട് അപ്പസ്തോലൻ പഠിപ്പിച്ചിരിക്കുക. യേശു എന്നത് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവൻ, ഞാനോ സ്വർഗത്തിൽ നിന്നും. യേശു വീണ്ടും പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ഇത്രയും കാര്യം കർത്താവ് പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആരുടെ കുഴപ്പമാണ്? ആരുടെ കുഴപ്പമാണ്? എടാ ശരിക്കും ഞാൻ പോലീസാ, ദേ കണ്ടോ എൻ്റെ ID കാർഡ് ഉണ്ട്, ദേ കണ്ടോ നിനക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറണ്ട് ഉണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെയും അഭ്യാസം കാണിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? തൂക്കിയെടുത്ത് കൈമ വിലങ്ങ് വെച്ച് എടുത്ത് അകത്തിടും. പിന്നെ അവൻ്റെ അഭ്യാസമൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നീ അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് നിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ കർത്താവ് തൻ്റെ ID കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം എവിടെയെങ്കിലും ഈ ID വെളിപ്പെടുത്താതിരുന്നിട്ടുണ്ടോ? ദൈവവചനത്തിൽ ഉടനീളം അവൻ ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ നിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ കർത്താവ് അത് കൃത്യമായി നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 7:14 കൂടെ നമുക്ക് വായിച്ച്, യെശയ്യാ പ്രവചനം 7:14 ആ ഒരൊറ്റ ഒന്ന് രണ്ട് വാക്യം കൊണ്ട് വായിക്കാം. യെശയ്യാ 7:14 ഒന്ന് വായിക്കാം. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പഴയ POC ബൈബിളാണ് നിങ്ങൾ വായിക്കുന്നത്, അതുകൊണ്ടാണ് ആ പഴയ POC ബൈബിളിൽ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നടക്കുന്നത്. ഇന്നിപ്പം പരിഷ്കരിച്ച പതിപ്പിൽ ഈ ബൈബിളിൽ കിടക്കുന്നത് യുവതി എന്നല്ല. നിങ്ങളുടെ സത്യവേദോസ്തത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ്? എന്താ? ആരെങ്കിലും സത്യവേദോസ്തം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താ കിടക്കുന്നത്? കന്യക എന്ന് കിടക്കുന്നത് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിൽ സത്യവേദോസ്തം എന്ന് പറഞ്ഞു. സത്യവേദോസ്തം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എടുത്ത വഴിക്ക് നമ്മളെ വ്യാജനാക്കി. കണ്ടോ, ഇവൻ
കത്തോലിക്കനാണെന്ന് പറയുകയും എന്നാൽ കത്തോലിക്കലല്ല. കാരണം ഏതെങ്കിലും കത്തോലിക്കൽ സത്യവേദവസ്തു ഉപയോഗിക്കുമോ? അത് പിന്നെ പിശാച് കൊണ്ടുവന്നതാണല്ലോ സത്യവേദപുസ്തകം, കറുത്ത വേദപുസ്തകം. അത് നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന വിവരമില്ലാത്തവൻ്റെ മുമ്പിൽ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് വായിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാനസികമായ വളർച്ച, ഇത്രയേ ഉള്ളൂ. പഠിക്കാൻ ആഗ്രഹമുള്ളവൻ അവൻ ഇംഗ്ലീഷും മലയാളവും ഗ്രീക്കും എല്ലാം വായിച്ചു നോക്കും. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. വായിക്കാത്തവനെ സംബന്ധിച്ച് ഇതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ പഴയ സത്യവേദ പുസ്തകത്തിൽ അത് കന്യക തന്നെ കിടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ POCയിൽ അത് യുവതി എന്ന് കിടക്കുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് വെർഷനിൽ അത് കന്യക എന്ന് ആക്കിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. മൂലഗ്രന്ഥത്തോട് മാക്സിമം ഗ്രീക്ക് മൂലഗ്രന്ഥത്തോട്, അതായത് സെപ്റ്റുവജിൻ്റ് ആ ഗ്രീക്ക് അതിനോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് അത് കന്യക എന്ന് തന്നെ ആക്കിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിനകത്ത് കന്യക എന്ന് നടക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, യുവതി ഗർഭം ധരിച്ചു എന്നുള്ളത് അതൊരു നോർമൽ വിഷയമാണോ, ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവമാണോ? യുവതി ഗർഭം ധരിക്കാറില്ലേ? ഇല്ലേ? ആസ് യൂഷ്വലായിട്ട് നടക്കുന്ന കാര്യമാണ്. എന്നാൽ കന്യക ഗർഭം ധരിക്കുമോ? ഇല്ല. കന്യക ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു വ്യത്യാസമുണ്ട്. അവൾ ഗർഭം ധരിച്ചപ്പോഴേ കന്യകയാണ്, അവൾ പ്രസവിച്ചിട്ടും കന്യകയാണ്, എപ്പോഴും അവൾ കന്യകയാണ്. അതല്ലേ സഭ പഠിപ്പിക്കുന്നത്, അവൾ നിത്യകന്യകയാണെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്മയാണ്, മരിയൻ ഡോക്മയാണ് നിത്യകന്യകയാണെന്നുള്ള വിഷയം. അതെന്തുമാട്ടെ, നമ്മൾ ആ വിഷയത്തിലോട്ട് പോകുന്നില്ല. ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇതാണ് പ്രവചനം കിടക്കുന്നത്. അപ്പം കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ ഈ പ്രവചനമാണ് പൂർത്തീകരിച്ചതെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ആ കന്യകയിൽ നിന്നും എന്തെങ്കിലും എടുത്തിട്ടാണോ ഗർഭം ധരിച്ചിരിക്കുന്നത്? അങ്ങനെ എടുത്താൽ അവളുടെ കന്യാത്വം എന്ത് സംഭവിച്ചു? നഷ്ടപ്പെട്ടു. അപ്പോൾ കന്യകയിൽ നിന്നും യാതൊന്നും എന്ത് ചെയ്തിട്ടില്ല? യേശു എടുത്തിട്ടില്ല എന്ന് ഈ പ്രവചനത്തിൽ വളരെ ക്ലിയറാണ്. പഴയ POC ആണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം, പക്ഷേ പരിഷ്കരിച്ച പതിപ്പ് അനുസരിച്ച് അവിടെ കന്യക എന്ന് തന്നെയാണ് കിടക്കുന്നത്. അവിടെ യാതൊരു വിധത്തിലും ഈ കാര്യവും മുന്നോട്ട് പോകത്തില്ല. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം കൂടി വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം. പൂർവ്വപിതാക്കന്മാരും അവരുടേത്, ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. യേശു ആരാണെന്ന് പറഞ്ഞ്? യേശു സർവാധിപനായ ദൈവം. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, യേശു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയുള്ളേ? യേശു സർവാധിപനായ ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയുള്ളേ? യഹോവ സാക്ഷികൾ പ്രധാനമായിട്ടും വയ്ക്കുന്നൊരു വിഷയമാണ്. യേശു സർവ അധിപനായ ആധിപത്യമുള്ള ദൈവമാണെന്ന് വചനത്തിൽ എവിടെയാണ് ഉള്ളത്? വായിച്ചോ, തുടക്കം തുടങ്ങി വായിച്ചോ, 9:5 മുതൽ വായിച്ചോ. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. പൂർവ്വപിതാക്കന്മാർ ഇവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ 1 മുതൽ നിങ്ങൾക്ക് വായിച്ചാൽ ആ പശ്ചാത്തലം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്രിസ്തുവിൽ ഞാൻ സത്യം പറയുന്നു, വ്യാജം പറയുകയില്ല, പരിശുദ്ധാത്മ, അതായത് ഇസ്രായേലിനെ കുറിച്ചുള്ള ശാരീരികമായ കാര്യവും വാഗ്ദത്തവും എല്ലാം പറഞ്ഞു വെച്ചിട്ട് ഇസ്രായേലിനോടുള്ള വാഗ്ദാനത്തെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചും പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, പിതാക്കന്മാരും അവരുടേതാണ്, ക്രിസ്തു വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. വംശമുറയ്ക്ക് ക്രിസ്തുവും അവരിൽ നിന്നുള്ളത് തന്നെയാണ്. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അവൻ സർവാധിപനായ ദൈവം, എല്ലാറ്റിനും ഉപരിയായി ഏറ്റവും ഉന്നതനായ ദൈവം അവൻ തന്നെയാണ് എന്ന് ഇവിടെ ദൈവവചനം പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഒരു ദൈവത്തിന് അവൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു മനുഷ്യ ശരീരം തായോ, അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണം താന്നേ, ഈ മനുഷ്യന്മാരെങ്ങനെ രക്ഷപ്പെടുത്താനെന്ന് പറയേണ്ട കാര്യം ദൈവത്തിനുണ്ടോ? ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആരുടെയെങ്കിലും കടുത്ത് കെഞ്ചിയിട്ടാണോ ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കിയത്? ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ ഒരു മനുഷ്യത്വം സ്വീകരിച്ചത്? അല്ല. മത്തായി സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 23-ാം വാക്യം കൂടി വായിച്ചാൽ ഈ കാര്യം നമുക്ക് ക്ലിയർ ആവും. മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അതായത് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള വിഷയമാണ് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലേ? 18-ാം വാക്യം തുടങ്ങി മത്തായി സുവിശേഷം 1-ന്റെ 18-ാം വാക്യം മുതൽ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജനനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മത്തായി എടുത്തു വെക്കുന്നൊരു വിഷയമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാ. പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ ഇവിടെ പൂർത്തിയായി എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്, അല്ലേ മത്തായിയോടെ പറഞ്ഞേ? അല്ലാതെ മാതാവിൽ നിന്ന് ശരീരം സ്വീകരിച്ചു എന്ന് പറയാനാണോ ഞാനിത് പറയുന്നത്?
അല്ല, എന്താണ് മത്തായി ഉപയോഗിക്കുന്ന ആ വാക്ക് അതുകൂടി കൃത്യമായിട്ട്, അതായത് ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. അതായത് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ നേരത്തെ വായിച്ച ആ 7:14 പറഞ്ഞിരിക്കുന്ന പ്രവചനം ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്ത്? യേശു മാതാവിൻ്റെ ഉദരത്തിൽ വന്ന് പിറന്ന് വചനം മാംസമായി ഈ ഭൂമിയിൽ വന്ന് നമുക്ക് രക്ഷയായി ഒരുക്കിയത്. ഇതെല്ലാ കാര്യത്തിൻ്റെയും മുഴുവൻ ഉദ്ദേശവും എന്താണ്? പഴയ നിയമ പ്രവചനങ്ങളെല്ലാം എന്ത് സംഭവിച്ചു? ക്രിസ്തുവിൽ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചു വയ്ക്കുക. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മൾ ഇത്രയും വിഷയം എന്തിനു വേണ്ടിയിട്ടാണ് ചിന്തിച്ചേ? ഇത് മുഴുവൻ നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്തേ. പുറത്തേക്ക് എവിടെയെങ്കിലും നമ്മൾ പോയോ? ഏതെങ്കിലും വാക്യം നമ്മൾ വളച്ചൊടിച്ചോ? വിശുദ്ധ ബൈബിളിൽ നിന്നല്ലാതെ ഏതെങ്കിലും ഒരു വചനം നമ്മൾ എടുത്തോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരൊറ്റ കാര്യം, നമ്മുടെ നിത്യജീവന് വേണ്ടിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കണ്ടേ. ഞാൻ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളത് അസൂയോടെ നോക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാരാ? സാത്താനാണ്. നീ നിത്യജീവൻ പ്രാപിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ സാത്താനാ. അവൻ നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും അവന് തെറ്റിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും, എങ്ങനെയെങ്കിലും അവനെ തകർക്കണമെന്ന് അവൻ ആഗ്രഹിക്കും. അവനാണ് പിശാച്. ഇതിന് മറുപടിയായി അല്ലെങ്കിൽ ഇതിന് തിരിച്ച് ആരെങ്കിലും പഠിപ്പിച്ചാൽ അവനാരാണ്? അവൻ്റെ ആഗ്രഹം എന്താണ് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നിത്യജീവനിൽ എത്തരുത്. യേശു പറഞ്ഞു, സത്യദൈവത്തെയും എന്നെയും അയച്ചവനെയും എന്നെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. എന്നെ അറിയുമ്പോൾ ഞാൻ എവിടെ നിന്നാണെന്ന് അറിയണം, ഞാൻ എങ്ങനെയാണെന്ന് അറിയണം, ഞാൻ ഏത് തരത്തിലാണെന്ന് അറിയണം, ഞാൻ എവിടെ നിന്ന് വന്നു, ഇതെല്ലാം നീ അറിയണം. അപ്പം ഇത് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നവൻ ആരാണ്? സാത്താനാ. കാരണം അവൻ ആഗ്രഹം നീ നിത്യജീവനിൽ എത്തരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നീ നിത്യജീവനിൽ എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് കർത്താവ് പറയുക, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാ, ഞാൻ ജീവനുള്ള അപ്പമാ, നിനക്ക് ജീവൻ നൽകാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നവനാ, ഞാൻ താണിറങ്ങി വന്നവനാ, ഞാൻ ദൈവമായവനാ. എന്നാൽ ദൈവത്തിൻ്റെ സകലതും ഉപേക്ഷിച്ച് താണിറങ്ങി ഈ ഭൂമിയിലേക്ക് വന്നവനാ ഞാനെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ പലർക്കും കഴിയുന്നില്ല, അത് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. പകരം അവരതിനെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും താഴെ കെട്ടാൻ നോക്കുക, അതിനെ കൊണ്ടുവന്ന് മാതാവിൻ്റെ ശരീരമാക്കുക, മാതാവിൻ്റെ രക്തമാക്കുക, ഇങ്ങനെ കൂടിക്കലർച്ച ഉണ്ടാക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും നമ്മുടെ നിത്യജീവനെ നശിപ്പിക്കാനാ സാത്താൻ നോക്കുന്നത്. പിശാചിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിന്റെ നിത്യജീവനെ ഏതെങ്കിലും രീതിയിൽ തകർക്കണം. കാരണം കാൽവരിയിൽ ക്രൂശിതനായവൻ വിജയം പ്രാപിച്ചവനെ ഭയക്കുകയാ പിശാച്.